അങ്ങേയറ്റം സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. നമ്മുടെ പ്രവാസി സഹോദരങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായ ഒന്നാണ് ഈ പരിപാടി എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പ്രവാസികളുടെ ദീർഘകാലത്തെ ആവശ്യമാണ് സംസ്ഥാന സർക്കാർ നേതൃത്വത്തിൽ ഒരു സമഗ്ര ഇൻഷുറൻസ് പദ്ധതി വേണമെന്നുള്ളത്. ലോക കേരള സഭയിലും ഇതേ ആവശ്യം ഉയർന്നു വന്നിരുന്നു. ആ ആവശ്യമാണ് ഇന്നിവിടെ നിറവേറ്റപ്പെടുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ നോർക്ക റൂൾസിൻ്റെ ആഭിമുഖ്യത്തിലാണ് നോർക്ക കെയർ എന്ന പേരിൽ പ്രവാസികൾക്കായി സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് ആരംഭിക്കുന്നത്. ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും സംസ്ഥാനം നൽകുന്ന പ്രതിബദ്ധതയുടെ തെളിവ് കൂടിയാണ് നോർക്ക കെയർ. ഈ വർഷത്തെ കേരള പിറവി ദിനം മുതൽ ഈ സേവനം ലഭ്യമാവുകയാണ്. പ്രവാസികൾക്ക് മാത്രമായി നമ്മുടെ രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയാണിത് എന്ന പ്രത്യേകതയുണ്ട്. നോർക്കയുടെ ID കാർഡുള്ള ലോകമെങ്ങുമുള്ള പ്രവാസി മലയാളികൾ, അതോടൊപ്പം വിദേശത്ത് പഠിക്കുന്ന കേരളീയരായ വിദ്യാർത്ഥികൾ, ഇവരെല്ലാം ഈ പദ്ധതിയുടെ പരിധിയിൽ വരും. നേരത്തെ പ്രസ്താവിച്ചതുപോലെ ഈ പദ്ധതി പ്രകാരം അംഗങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ്, 10 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കും. നിലവിൽ ഒട്ടേറെ ഇൻഷുറൻസ് പദ്ധതികളുണ്ട് എന്ന് നമുക്കറിയാം. അവയുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രീമിയം നിരക്കുകളുടെ കുറവ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ ആകർഷണമാണ്. പോളിസി എടുക്കുന്നതിന് മുൻപുള്ള രോഗങ്ങൾക്കും കാത്തിരിപ്പ് കാലം ഒഴിവാക്കിക്കൊണ്ട് ചികിത്സക്കും ഈ പദ്ധതിയിലൂടെ പരിരക്ഷ ലഭിക്കുമെന്ന പ്രത്യേകതയുണ്ട്. മറ്റൊരു പ്രത്യേകത, നമ്മുടെ കേരളത്തിൽ 500-ലധികം ആശുപത്രികൾ ഉൾപ്പെടെ രാജ്യത്താകെ 16,000-ലധികം ആശുപത്രികളിൽ ഇതുവഴി ക്യാഷ്ലെസ് ചികിത്സ ലഭ്യമാകും. ഇന്ത്യയിലെ പ്രമുഖ ആശുപത്രികളെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലൂടെ മറ്റ് സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന പ്രവാസികൾക്കും കുടുംബത്തിനും അവർ താമസിക്കുന്ന ഇടങ്ങളിൽ തന്നെ ചികിത്സ ഉറപ്പാക്കാനാകും. ഇപ്പോൾ നിലവിൽ രാജ്യത്തിനുള്ളിൽ മാത്രമാണ് ഈ സേവനം ലഭ്യമാകുന്നത്. പക്ഷേ ഭാവിയിൽ
GCC രാജ്യങ്ങൾ ഉൾപ്പെടെ ഉള്ള ആശുപത്രികളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കാൻ ആലോചിക്കുന്നുണ്ട് എന്ന് കൂടി ഈ ഘട്ടത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിച്ചുകൊണ്ട് നാടിൻ്റെ പുരോഗതിക്കായി വലിയ സംഭാവന നൽകുന്നവരാണ് നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ. അവരുടെ കഠിനാധ്വാനവും ത്യാഗവും നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വലിയ തോതിൽ സഹായകമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാസികളെ ചേർത്ത് പിടിക്കുന്ന കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമായ സമീപനമാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. പ്രവാസികളുടെ ക്ഷേമം ഉറപ്പാക്കുക, അവർക്കാവശ്യമായ സേവനങ്ങൾ മികച്ച ഗുണനിലവാരത്തിൽ സമയബന്ധിതമായി നൽകുക, ഇക്കാര്യത്തിലെല്ലാം കേരളം മികച്ച മാതൃകയാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത്.